ഈ എം സ്വരാജിന്റെ പഞ്ചായത്ത് പോത്തുകല്ലിൽ പിന്നിൽ പോകുന്നു, അതുപോലെ തന്നെ സ്വന്തം ബൂത്തിലടക്കം പുറകിൽ പോകുന്നു. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു തരത്തിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല എന്നതാണ് വലിയ വിമർശനം. അതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്ന പോത്തുകല്ല്, എനിക്ക് തോന്നുന്നു പോത്തുകല്ലാണ് മറ്റേ ഒരു റൗണ്ടിൽ മുന്നിൽ വന്നതെന്ന് തോന്നുന്നു. ഒരു റൗണ്ട് എണ്ണുമ്പോൾ മുന്നിൽ വന്നൊരു പഞ്ചായത്ത് പോത്തുകല്ലാന്ന് തോന്നുന്നു. പിന്നെ തോൽക്കുമ്പോൾ എല്ലായിടത്തും അങ്ങനെ വരും. ഇപ്പം ഇവിടെ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ബൂത്തിൽ അദ്ദേഹം 2016 തോൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ നഗരസഭയിൽ അവർ പുറകിലായിരുന്നോ മുന്നിലായിരുന്നോ? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മോശക്കാരനാകുമോ? ഇങ്ങനൊന്നും വിലയിരുത്തലോട് എനിക്ക് യോജിപ്പില്ല. 2016 പരാജയപ്പെടുമ്പോൾ UDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പുറകിലാണ്, ജയിക്കുമ്പോൾ മുന്നിൽ വരും, അത്രയേ ഉള്ളൂ. പിന്നെ പോത്തുകല്ലാണെങ്കിൽ ഒരു റൗണ്ട് മുന്നിൽ വന്നത് നമ്മളുണ്ടായിരുന്ന പ്രദേശമൊക്കെ തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് അത് വലിയ നേട്ടമാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനെ അങ്ങനെയൊന്നും അല്ല വിലയിരുത്തേണ്ടത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ രാഹുൽ ഗാന്ധി അവിടെ ജന്മനാട്ടിൽ തോറ്റിട്ടല്ലേ ഇവിടെ ഒന്ന് ജയിച്ചത്? അതൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രചരണത്തിൽ അഭിരമിക്കുന്നത് ഒരു അരാഷ്ട്രീയമായ പ്രവണതയാണ്. ഇവിടെ മണ്ഡലത്തിൽ പൊതുവിൽ ഞങ്ങൾക്ക് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്, ഞങ്ങൾക്ക് പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. അത് എല്ലായിടത്തും ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഞങ്ങൾക്ക് മുൻപോട്ട് വരാൻ കഴിഞ്ഞില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്.